ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 42-ാം വാക്യം. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പ്രഭാതത്തെ ദർശിക്കുവാൻ കർത്താവ് നമുക്ക് ജീവനുള്ളവരുടെ ദേശത്ത് തന്ന അവകാശത്തിനും അധികാരത്തിനും മഹത്വത്തിനും കൃപയ്ക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് ഈ പറഞ്ഞതായ വാക്ക് ജെറുസലേമിനെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഈ വാക്കുകൾ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ ഈ ഉരുവിടുന്നതായ ഈ വചനം ശമരിയ പട്ടണത്തിലല്ല കർത്താവ് പോയി പറഞ്ഞത്. മിഥ്യാമൂർത്തികളെയും അല്ലെങ്കിൽ ബിംബങ്ങളെയും ഉണ്ടാക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആരാധിക്കുന്ന അങ്ങനെയുള്ളവരുടെ മധ്യത്തിലല്ല കർത്താവ് പോയി പറഞ്ഞത്. ജാതികളുടെ പട്ടണത്തിലെങ്ങും പോയി പറഞ്ഞതായ സുവിശേഷമല്ല. എന്നാൽ ജെറുസലേമിൽ ദൈവത്തിന് സ്തോത്രം. ആ ജെറുസലേമിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പട്ടണം. അതിൽ പാർക്കുന്നതായ ജനത്തെ ദൈവം സ്നേഹിച്ചു. ആ ജനം പ്രമാണം ലഭിച്ചവരാണ്. മുക്കിന് സിനഗോഗിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ വാദോരാതെ വിളിച്ചു പറയുന്നവരാണ്. അനുസരിച്ചല്ലെങ്കിലും ഹൃദയം കൊണ്ടല്ലെങ്കിലും വാക്കിൽ കൂടെ പ്രമാണങ്ങളും ഉപദേശങ്ങളും അവിടെ ഇവിടായി ഘോഷിക്കുന്നുണ്ട്. കൂടാതെ പ്രവാചകന്മാർ വന്ന് ധാരാളം കാര്യങ്ങളൊക്കെ പ്രവചിച്ച് പറയുന്നുണ്ട്. ഉപദേശകന്മാരും ഉപദേഷ്ടകന്മാരും ധാരാളമുണ്ട്. അവരെ എല്ലാം നിന്ദിച്ച് അപമാനിച്ച് കൊന്നൊടുക്കി വിട്ടതായ ഒരു പട്ടണം. ഒടുവിൽ കർത്താവ് അവിടെ സന്ദർശിക്കുവാൻ കാരണമായി പിതാവായ ദൈവം ആ പട്ടണത്തെ സ്നേഹിച്ചു. ദൈവം അവരിൽ വെച്ചിരുന്നതായ നിയോഗങ്ങളുടെ സമ്പൂർണതയിലേക്ക് കടന്നു വരുവാൻ അവർക്ക് കഴിവില്ലാത്ത ഒരവസ്ഥയെ കണ്ടപ്പോൾ ആ പട്ടണത്തെ നോക്കി കർത്താവ് ദുഃഖിച്ച് കരഞ്ഞും കൊണ്ട് പറയുകയാണ്, ജെറുസലേമേ, ജെറുസലേം നിവാസികളെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, വൃദ്ധന്മാരെ, അമ്മമാരെ, അപ്പന്മാരെ, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിന്റെ കണ്ണിന് അങ്ങ് ദൂരമായിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കർത്താവ് പറഞ്ഞത്, അവരറിയാതെ അവരിലെ സമാധാനം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം അവരറിയാതെ അസമാധാനം അവരുടെ ഭവനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വശത്തുകൂടെ സമാധാനം നഷ്ടപ്പെടുന്നു, മറുവശത്തുകൂടെ അസമാധാനം അവരിലേക്ക് കുമിഞ്ഞുകൂടുന്നു. ദൈവത്തിന് സ്തോത്രം. അതിന് തൊട്ട് മുമ്പുള്ളതായ വചനങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുകയാണെങ്കിൽ കർത്താവ് ഒരു ഉപമ അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. കുലീനനായ ഒരു രാജാവ് പരദേശ പ്രയാണത്തിന് പോകുന്നതിന് മുമ്പ് ജെറുസലേമിനോട് കർത്താവ് അടുത്തപ്പോൾ അതിനുമായി കണ്ടുകൊണ്ട് പറഞ്ഞതാണ്, 3 ദാസന്മാരെ വിളിച്ച് അവരുടെ കയ്യിൽ ചില താലന്തുകൾ ഏൽപ്പിച്ചു. 10 താലന്ത് കൊടുത്തവനുണ്ട്, 5 താലന്ത് കൊടുത്തവനുണ്ട്, 1 താലന്ത് കൊടുത്തവനുണ്ട്. എല്ലാവരെയും കർത്താവ് വിശ്വസ്തരെന്ന് എണ്ണിക്കൊണ്ടാണ് കൊടുത്തത്. പക്ഷെങ്കിൽ 1 താലന്ത് കിട്ടിയവൻ്റെ വീട്ടിൽ ഒരു പിറുപിറുപ്പ്, ഭാര്യയുടെ ഒരു ശകാരം. കണ്ടോ, ചിലർക്ക് 10 കൊടുത്തു, അവരെ വിളിച്ച് അവരെ മാനിച്ചു 10 കൊടുത്തു, ചിലർക്ക് 5 കൊടുത്തു, എന്നാൽ നിന്റെ കയ്യിൽ 1 തന്നു. കാരണം നിനക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല, ബിസിനസ്സും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, കച്ചവടം എന്താണെന്ന് അറിയത്തില്ല, അവിശ്വസ്തനാണ്, കഴിവില്ലാത്തവനാണെന്ന് ദൈവം പോലും നിന്നെക്കുറിച്ച് അങ്ങ്, രാജാവ് പോലും നിന്നെ അങ്ങ് പിന്തള്ളി. ആ ഭവനത്തിലെ സമാധാനം നഷ്ടപ്പെട്ടു. അപ്പോൾ അവൻ വിചാരിച്ചു, ഇതുകൊണ്ട് ബിസിനസ്സും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട, ഞാൻ എൻ്റെ കണ്ണുനീരും എൻ്റെ വിയർപ്പും തുടയ്ക്കുവാനുള്ളതായ റുമാലിൽ അതിനെ കെട്ടിക്കൊണ്ട് കുഴിച്ചിട്ടു. പ്രൈസ് ദി ലോർഡ്. യജമാനൻ വന്നു അവരോട് ചോദിക്കുന്നു, നിങ്ങൾ എന്ത് നേടി? ഈ പ്രഭാതത്തിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുകയാണ്, നമ്മൾ എന്ത് നേടി? യെരുശലേം പട്ടണത്തെ കർത്താവ് സന്ദർശിച്ചുകൊണ്ട്, നമ്മുടെ ഭവനങ്ങളെ സന്ദർശിച്ചുകൊണ്ട് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്ത് നേടി? സന്ദർശനകാലം അടുത്തു വരുന്നല്ലോ. അസമാധാനം നമ്മെ നോക്കി നമ്മുടെ ഭവനത്തിലേക്ക് കടക്കുവാൻ കാവൽ നിൽക്കുന്നല്ലോ. നീ എന്ത് നേടി? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. ദൈവം തന്നത് 10 ആണെങ്കിലും 5 ആണെങ്കിലും 1 ആണെങ്കിലും അതിൽ കൂടെ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി കാണും. ഒന്നേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളെങ്കിലും
അതിൽ ദൈവം ഒരു അനുഗ്രഹം വെച്ചിട്ടുണ്ട്. അത് കാണുവാൻ നമ്മുടെ കണ്ണ് പ്രകാശിപ്പിക്കപ്പെടണം. ദൈവം തന്നതാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുകയില്ല, അത് വർദ്ധിച്ചു തന്നെ വരും. പക്ഷെങ്കിൽ അതിൻ്റെ വാല്യൂ, അതിൻ്റെ വിലയെ നമ്മൾ മനസ്സിലാക്കുവാൻ നമ്മുടെ കണ്ണുകൾ പ്രകാശിപ്പിക്കപ്പെടണം. ഇപ്പോഴോ നിന്റെ കണ്ണിന് അത് മറഞ്ഞിരിക്കുന്നു. അങ്ങനെ നിന്റെ സമാധാനത്തിനുള്ളതായ കാര്യം കാണുവാൻ കഴിയാതെ നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നതിനാൽ, അത് കുഴിച്ചിട്ടിരിക്കുന്നതിനാൽ, നിന്റെ ആ കുഴിച്ചിട്ട സ്ഥാനത്ത് നിന്ന് കർത്താവ് പറയുകയാണ്, അത് നീ ഒന്ന് തിരിച്ചെടുത്തിരുന്നുവെങ്കിൽ, നിന്റെ സമാധാനത്തിനുള്ള കാര്യം നീ ഒന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, കർത്താവ് അവരുടെ തെറ്റുകളെ വെളിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് വീണ്ടും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണ്. നമ്മെക്കുറിച്ച് ദൈവം ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ഒരു താലന്ത് കിട്ടിയവനോട് കർത്താവ് പറയുന്ന ഒരു വാക്ക്, നിന്റെ വാക്ക് തന്നെ ന്യായവിധിയെ നീ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണ്. ഞാൻ നിന്നെ ന്യായം വിധിച്ചിരുന്നു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചിരുന്നു. നിന്നെ വിളിച്ചതും നിന്നെ ചിലത് ഏൽപ്പിച്ചതും ഒക്കെ നിന്നെ അനുഗ്രഹിക്കാനാണ്. നീ അതനുസരിക്കുമ്പോൾ, അത് മാനിക്കുമ്പോൾ, അതിനെ സ്നേഹിക്കുമ്പോൾ, അതിനെ ബഹുമാനിക്കുമ്പോൾ, അതിന് പിന്നിൽ ഞാൻ നിനക്കായിട്ടൊരു വലിയൊരു അനുഗ്രഹവും ഒരു പദ്ധതിയും നിനക്ക് വേണ്ടി വെച്ചിരുന്നു. പക്ഷേ നീ അതിനെ കൊണ്ട് കുഴിച്ചിട്ടു. ഇപ്പോൾ പറയുകയാണ്, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുന്ന യജമാനനെന്ന് നീ എന്നെക്കുറിച്ച് പറയുന്നു. ഞാൻ രാജാവായിരിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. അങ്ങനെ നിന്റെ ഭവനത്തിൽ ഒരു സംസാരമുണ്ടായി. ആ ഭവനത്തിലേക്ക് ഇത് അസമാധാനം കയറി വരുന്നു. കർത്താവ് പറയുകയാണ്, നോ, അങ്ങനെയുള്ള കാര്യത്തിന് അസമാധാനത്തിനൊരു പരിധി, ഒരറുതി ഉണ്ടാകണം. എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിന്റെ സമാധാനത്തിനുള്ള തിരിച്ചറിയുവാൻ തക്കണം നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. നിന്റെ ഹൃദയദൃഷ്ടിയിൽ കാണാൻ കഴിയാത്ത പല കാര്യങ്ങളെയും കാണുവാനും ഗ്രഹിക്കുവാനുള്ളതായ അന്ധതയിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, പ്രൈസ് ദി ലോർഡ്, കാഴ്ചയില്ലായ്മയിൽ നിന്നുള്ളതായ ഒരു വിടുതൽ ദൈവം നമുക്ക് ഈ നാളുകളിൽ തരണം. നമ്മുടെ സമാധാനം മുഴുവനും നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് വിശുദ്ധന്മാരിൽ നിങ്ങൾക്കുള്ള മഹിമാധനത്തിൻ്റെ മഹത്വം ഇന്നതെന്നും നിങ്ങളുടെ വിളിയാനുള്ള ആശയം ഇന്നതെന്നും നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. നമ്മെ ഒരു താലന്ത് ലഭിക്കുവാനാണ് അല്ലെങ്കിൽ തരുവാനാണ് ദൈവം നമ്മെ വിളിച്ചതെങ്കിലും അതിന് പിന്നിൽ ദൈവം തരുന്നതായ വൻകൃപ, അതിൽ നിന്ന് വർദ്ധിച്ചു വരുന്നതായ ഒരു വർധനവിനെ നമ്മുടെ മുൻപിൽ നമ്മൾ കാണും. നമുക്കൊരു കുഞ്ഞേ ഉള്ളെങ്കിലും അതിൽ നിന്ന് ദൈവം ചില അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഭവനമേ ഉള്ളെങ്കിലും, ഒരു വരുമാനമേ ഉള്ളെങ്കിലും അതിൽ നിന്ന് ദൈവം വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ദൈവത്തിൽ നീ വിശ്വസിക്കുമെങ്കിൽ ദൈവം തന്നതാണോ? ചില കാര്യങ്ങൾ ദൈവമാണ് നിനക്ക് വെച്ചിട്ടുള്ളതെങ്കിൽ, നിനക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടില്ലെങ്കിലും അതിൽ നിന്ന് അങ്ങേപ്പുറം ദൈവം നിനക്കായി ചില കാര്യങ്ങൾ കരുതിയിട്ടുണ്ട്. ചില കരുതലുകൾ നിനക്ക് വേണ്ടിയുണ്ട്. നിന്റെ സമാധാനം ഇവയിൽ നിന്നും നഷ്ടപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഇല്ലായ്മകളെ നോക്കി നീ പരാതിപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെ തുല്യപ്പെടുത്തിക്കൊണ്ട് നിന്റെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തിയാൽ നീ മറ്റുള്ളവരുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നവരായിരിക്കും. പോകുന്നിടത്തെല്ലാം അസമാധാനം വിതച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞിരുന്നാൽ നാം ദേശത്ത് സമാധാനം ഉണ്ടാക്കുന്നവരാകും, സമൂഹത്തിന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നവരാകും, സമ്മാനിക്കുന്നവരാകും. നമ്മെക്കുറിച്ച് കേൾക്കുന്നവരെല്ലാം സമാധാനം പ്രാപിക്കുന്നതിനിടയായി തരും. നമ്മുടെ വാക്കുകൾ കേൾക്കുന്നവരെല്ലാം, ധൈര്യം ക്ഷയിച്ചു പോയവർ നമ്മുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരിൽ സമാധാനം കടന്നു വരും. അവരിൽ സമാധാനം പ്രാപിക്കും. സമാധാനത്തിൻ്റെ പ്രഭുവിനെ കുറിച്ചുള്ളതായ ഒരു ദർശനം അവർക്ക് ലഭിക്കും. അതുകൊണ്ട് ദൈവം ഈ പ്രഭാതത്തിൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ സമാധാനത്തിനുള്ളത് ഈ നാളുകളിൽ നാം അറിയണം. കാരണം സന്ദർശനകാലം അടുത്തുപോയി. വളരെ ദുർഘടമായ കാലങ്ങൾ നാം കാണുവാൻ പോവുകയാണ്. ആരാധിക്കുന്നിടത്ത് സമാധാനം നഷ്ടപ്പെടുന്നു, ആരാധനാലയങ്ങളിൽ നഷ്ടപ്പെടുന്നു, ഉപദേശങ്ങളിൽ നഷ്ടപ്പെടുന്നു, സമൂഹത്തിൽ നഷ്ടപ്പെടുന്നു, യോഗങ്ങളിൽ നഷ്ടപ്പെടുന്നു, കുഞ്ഞുങ്ങളിൽ നഷ്ടപ്പെടുന്നു, എല്ലാ രാജ്യങ്ങളിലും വരുമാനങ്ങളിൽ സമാധാനം നഷ്ടപ്പെടുന്നു എന്ന് വേണ്ട, എല്ലാ കാര്യങ്ങളിലും സമാധാനം, നമ്മൾ കണ്ടിരുന്ന സമാധാനമെല്ലാം നാം അറിയാതെ, നമ്മൾ ദൃഷ്ടിയിൽപ്പെടാതെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളെ വിട്ട് ഒളിച്ചോടുന്നതായ സമാധാനത്തെ തിരിച്ചു പിടിക്കുവാൻ ദൈവം തരുന്നതായ ഒരു ആഹ്വാനം. അല്ലയോ യെരൂശലേമേ, പ്രമാണം ലഭിച്ചവളെ, ഉപദേശം ലഭിച്ചവളെ, രക്ഷിക്കപ്പെട്ടവരെ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെ, ആരാധിക്കുന്നവരെ, ദൈവത്തെ അറിയുന്നവരെ, ദൈവനാമത്തിൽ ഭയപ്പെടുന്നവരെ, നിങ്ങളോട് ദൈവം പറയുന്നു, നിന്റെ സമാധാനം നീ തിരിച്ചു പിടിക്കണം.
പ്രൈസ് ദി ലോർഡ്. നീ അറിയാതെ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സമാധാനം അത് തിരികെ വരുവാൻ ഈ നാളുകളിൽ നമ്മുടെ ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് നമ്മെ അതിനായി ഉപദേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്തിനാണ് കർത്താവ് ഇത് പറയുന്നറിയാമോ? നമ്മൾ നശിച്ചു പോകാതിരിക്കേണ്ടത്. നമ്മെ നോക്കി കർത്താവ് കരയുകയാണ്. സ്വർഗം നമ്മെ കണ്ടുകൊണ്ട് ദുഃഖിക്കുകയാണ്. നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കാതെ ഈ കുഞ്ഞുങ്ങൾ തെറ്റായ വഴികളിലേക്ക് പോകുന്നല്ലോ, അവരറിയാതെ കുഴിയിൽ ചെന്ന് ചാടുവാൻ പോവുകയാണല്ലോ എന്ന് ദൈവം മനസ്സിലാക്കിക്കൊണ്ട് നമ്മോട് പറയുന്നതായ ആലോചന ഈ നാളിൽ ദൈവത്തിന് സ്തോത്രം. അടുത്ത നാളുകളിലോ അടുത്ത വർഷങ്ങളിലോ അല്ലെങ്കിൽ ഈ വർഷം ഇങ്ങനെ അങ്ങോട്ട് പോകട്ടെ, ഇത്രയും നാളായല്ലോ, എങ്ങനെയാണെങ്കിലും ഈ 11 മാസം ഞാൻ ചെലവഴിച്ചല്ലോ, ഇനിയുള്ളതുകൂടെ അങ്ങ് തീരട്ടെ, ഇനി ഒരു പുതിയ ദിവസം വരട്ടെ, അപ്പോൾ നോക്കിക്കൊള്ളാമെന്നല്ല കർത്താവ് പറയുന്നത്. ഈ നാളിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വാക്ക്, ദൈവം തരുന്നതായ വാക്ക്, ഒരു സമയത്തിന്റെ ക്ലിപ്തത. ഈ നാളിൽ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നാളത്തെ ശബ്ദത്തെക്കുറിച്ചല്ല ദൈവം നമ്മോട് പറയുന്നത്, ദൈവം നമ്മോട് ഉപദേശിക്കുന്നത്. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന വഴികളിൽ ഏതെന്ന് ഗ്രഹിക്കുവാനുള്ളതായ ഒരു ദൈവിക ജ്ഞാനം നമ്മെ ഭരിക്കുമ്പോൾ, ഒരു ദൈവികമായ കൂടിയാലോചന നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ, ആ കുടുംബ പ്രാർത്ഥനയിൽ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മളൊരു കൂടിയാലോചന. എന്താ പറയുക, എവിടെയാണ് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? ചില വാക്കുകൾ നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നുണ്ടോ? നാം പ്രാർത്ഥിച്ചു വാങ്ങിച്ചത്, ദൈവം തന്ന അനുഗ്രഹത്തെ നമ്മൾ വർദ്ധിപ്പിക്കുവാൻ ദൈവം നമ്മെ വിശ്വസ്തരെന്ന് എണ്ണിക്കൊണ്ട് പലപ്പോഴും ദൈവം നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ വാക്ക് തെറ്റിപ്പോയിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആരാഞ്ഞ് നോക്കുന്നതായ ഒരു അനുഭവം. നമ്മുടെ വാക്ക് തന്നെ ന്യായവിധിയെ ക്ഷണിച്ചു കൊണ്ടുവരിക, വഴിയേ പോകുന്നതായ അസമാധാനം വീട്ടിൽ കൊണ്ടുവരിക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഡിസ്കഷൻസ് വീട്ടിൽ അസമാധാനം സൃഷ്ടിക്കും, അസ്വസ്ഥത കൊണ്ടുവരും. ദൈവത്തിന് സ്തോത്രം. നമ്മെ സംബന്ധിക്കാത്തതായ കാര്യങ്ങളിലുള്ള ഇടപാടുകൾ നമ്മുടെ ഭവനത്തിൽ അത് അസ്വസ്ഥത കൊണ്ടുവരും, അസമാധാനം കൊണ്ടുവരും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ തെറ്റായ ധാരണകൾ കൊണ്ടുവരും, തെറ്റായ കീഴ്വഴക്കങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, ഈ നാളിൽ നിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടണം. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിയുവാൻ, അത് നമ്മുടെ അറിവിൻ്റെ ആ വഴികൾ തുറക്കപ്പെടുവാൻ, ദൃഷ്ടി പ്രകാശിപ്പിക്കപ്പെടുവാൻ, നമ്മുടെ വാക്കുകളിൽ മേൽ ഒരു നിയന്ത്രണം ഉണ്ടാകുവാൻ, എന്താണ് നമ്മൾ പറയുന്നത്, ദൈവത്തോട് പറയുന്നത് എന്താണെന്നുള്ളതായ ആ ഒരു പുനർചിന്ത നമ്മളിൽ ഉണ്ടാകുവാൻ ദൈവം തന്നിരിക്കുന്നത് ഒന്നാണെങ്കിലും അല്ലെങ്കിൽ 5 ആണെങ്കിലും 10 ആണെങ്കിലും അതിൻ്റെ ഘനത്തെക്കുറിച്ച് ദൈവം തന്നതാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അനുഗ്രഹം ദൈവം മറച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളതായ ഒരു വിശ്വാസം, ഒരു പ്രത്യാശ, ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്മേൽ കർത്താവ് നാം അറിയാതെ വർധനവ് കൊണ്ടുവരും. നാം കണ്ടിട്ടില്ലാത്ത അത്ഭുതമായ പാതകളിൽ കൂടെ ദൈവം നമ്മെ വഴി നടത്തും. ഈ പ്രഭാതയാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത്, ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീ മനസ്സിലാക്കുമെങ്കിൽ, അറിയുമെങ്കിൽ, മറ്റുള്ളവർക്കും സമാധാനമായി നിന്റെ ഭവനം, നിന്റെ വാക്ക്, നിന്റെ പ്രവൃത്തി, നിന്റെ ചിന്ത അത് മാറ്റപ്പെടാം, മറ്റുള്ളവരെയും രൂപാന്തരപ്പെടുത്തും, മറ്റുള്ളവർക്കും അതൊരു അനുഗ്രഹമായി തീരും. ദൈവവചനം അങ്ങനെ അനുഗ്രഹമായ സമാധാനത്തിലുള്ള ഒരു വഴി തേടലായി ഈ പ്രഭാതം നമുക്ക് സമ്മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.